ഹായ് കുഞ്ഞുങ്ങളെ, നമുക്ക് ഫോക്കസ് ഏരിയ വെച്ചിട്ട് അടുത്ത ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. അതിനകത്ത് ഫോക്കസ് ഏരിയയിൽ ജോമെട്രിക് പ്രോഗ്രഷൻ GP എന്ന് പറയുന്ന പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കാരണം അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10th പഠിച്ചിട്ടുണ്ട്. അപ്പം ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് പുതുതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ? നോക്കി, 1, 3, 9 എക്സെട്ര ഈസ് എ ജോമെട്രിക് പ്രോഗ്രഷൻ. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്നറിയാം. കാരണം 1 into കൂടുതൽ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 3 3, 3 into 3 9. അപ്പൊ ഒരു നിശ്ചിത ടൈം, ഒരു കോൺസ്റ്റന്റ് ടൈം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്കറിയാം, കൂട്ടി എഴുതുന്നത്, ആഡ് ചെയ്ത് എഴുതും. ഇതങ്ങനല്ല. 1 into 3 3, 3 into 3 9, ഇങ്ങനെ വരുന്നതാണ് GP. വേറെ എക്സാമ്പിൾ 2, 4, 8 etc. is a GP. ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. കാരണം 2 into 2 4, 4 into 2 എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഒരു കോൺസ്റ്റന്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താണ് GP അഥവാ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. വേണം അപ്പൊ വേണമെങ്കിൽ 3, 12, 48 etc. ഇതൊരു GP ആണ്. കാരണം 3 into 4 12, 12 into 4 48. അപ്പൊ 4 ആണ് എല്ലായിടത്തും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണോ, എന്തിന്റെ മൾട്ടിപ്പിൾ ആണോ അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. അതിനെ സിമ്പിൾ R എന്ന് പറയും. കോമൺ റേഷ്യോ R. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് കോമൺ ഡിഫറൻസ്, അത് D എന്നാണ് വിളിക്കുന്നത്. കോമൺ ഡിഫറൻസ് D. ഇത് കോമൺ റേഷ്യോ R. ഇതൊക്കെ പഠിച്ചോണം. ഈ പറയുന്ന കാര്യങ്ങൾ വീഡിയോ ക്ലിപ്പിങ്ങിന് വരുന്നത് ഫുൾ പഠിക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഫോക്കസ് ഏരിയ വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഇതിന്റെ നോട്ട്സ് ഈ ചാപ്റ്റർ കഴിഞ്ഞ അവിടെ തന്നെ അതിന്റെ നോട്ട് ഞാൻ അയച്ചിരുന്നതാണ്. അപ്പൊ 1, 3 9 കണ്ടോ, 1 into 3 3, 3 into 3 9. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. അപ്പൊ ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 into 2 4, 4 into 2 8, 8 into 2 16 അങ്ങനെ വരും. ഇവിടുത്തെ കോമൺ റേഷ്യോ 4 ആണ്. കാരണം 3 into 4 12, 12 into 4 48 ഇങ്ങനെ വരും. ഇതാണ് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ കാണുന്നതിന്റെ സിമ്പിൾ എന്താണ്? R. കോമൺ റേഷ്യോ കാണുന്ന ഇക്വേഷൻ ഉണ്ട്, R is equal to x2 by x1. അതായത് സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ തേർഡ് ടൈം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടൈം. അതിങ്ങനെ എഴുതാം. കോമൺ റേഷ്യോ is equal to സെക്കൻഡ് ടൈമിന് A2 എന്ന് വിളിക്കാം. കാരണം ഇത് A1 A2 A3, ഇത് A1 A2 ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം. A1 A2 A3. അപ്പം R A2 by A1 എന്ന് എഴുതാം, അല്ലെങ്കിൽ A3 by A1 A2 എന്ന് എഴുതാം, അല്ലെങ്കിൽ A3 by A2 എന്ന് എഴുതാം. പക്ഷെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അത് സബ്ട്രാക്ട് ചെയ്യുക. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം. ഇവിടെ അങ്ങനെ ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം. ചില സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും, ചില സ്കൂളിൽ ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ രണ്ട് പറഞ്ഞു. ഇത് തേർഡ് ടൈം ബൈ സെക്കൻഡ് ടൈം, ഇത് തേർഡ് ടൈം, ഇത് ഫോർത്ത് ടൈം. കോമൺ റേഷ്യോ ഫോർത്ത് ടൈം ബൈ തേർഡ് ടൈം. നമ്മൾ എടുക്കുന്ന ടൈമിൽ നിന്ന് അതിന്റെ മുന്നിലുള്ള പദം അങ്ങ് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. കാരണം അതാണ് ഇവിടെ 3 by 1 3, കോമൺ റേഷ്യോ 3, 4 by 2 2, കോമൺ റേഷ്യോ 2, 12 by 3 4, കോമൺ റേഷ്യോ 4. ഇതാണ് ജോമെട്രിക് പ്രോഗ്രഷന്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞത്. കോമൺ റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ. സെക്കൻഡ് ടൈമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടൈമിനെ സെക്കൻഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫോർത്ത് ടൈമിനെ തേർഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് കോമൺ റേഷ്യോ. പക്ഷേ ഇനി ഇതിന്റെ nth ടൈം, നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ച പോലെ ഇതിന്റെ nth ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊക്കെ എഴുതിയെടുത്തോണേ, ബുക്കിനകത്ത് അങ്ങ് എഴുതിയെടുക്കുക. nth ടൈം, അതായത് nth ടൈം ഓഫ് GP ഈസ്, ഇതാണ് അതിന്റെ ഷോർട്ട് ഫോം, XN എന്ന് വിളിക്കാം nth ടൈമിന്. അല്ലെങ്കിൽ ചില സ്കൂളിലൊക്കെ അത് AN എന്നാണ് വിളിക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈം A1, സെക്കൻഡ് ടൈം A2, തേർഡ് ടൈം A3 എക്സെട്ര. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ AN. AN എന്ന് പറഞ്ഞാൽ എന്ത് ടൈം കാണുന്ന ഇക്വേഷൻ F പ്ലസ് അഥവാ A പ്ലസ് N മൈനസ് 1 into D ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എന്ത് ടൈം. പക്ഷെ ജോമെട്രിക് പ്രോഗ്രഷന്റെ എന്ത് ടൈം അങ്ങനല്ല. AN എന്ത് ടൈം ഇസ് ഈക്വൽ ടു AR raised to N minus 1 ആണ്. AR raised to N minus 1. ഇതാണ് nth ടൈം ഓഫ് GP. പക്ഷെ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ 10th പഠിച്ചു F plus N minus 1 into D. അത് എഫിനെ ഫസ്റ്റ് ടൈമിനെ A എന്നും വിളിക്കുക, A plus N minus 1 into D. ഫസ്റ്റ് ടൈമിനെ A എന്നും വിളിക്കുക, F എന്നും വിളിക്കുക.
പക്ഷെ ഇവിടെ എന്ത് ടേം എന്ന് പറഞ്ഞാൽ AR⁻n-1. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം കേട്ടോ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. ഇപ്പൊ നിങ്ങൾ 10ാമത്തെ പദം കാണാൻ പറയുവാണെങ്കിൽ N10. 5ാമത്തെ പദം ഇപ്പൊ ഇങ്ങനെ ഇത് ഇത്രയും എഴുതിയിട്ട് നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു 50ാമത്തെ പദം കാണണം. ഫൈൻഡ് ദ 50th ടേം. 50ാമത്തെ പദം കാണാൻ പറയുമ്പോൾ N50 ആയിരിക്കും. ഇത് 2, 4, 8 എക്സെട്ര. ഫൈൻഡ് 30th ടേം. 30ാമത്തെ പദം നമ്മൾ എഴുതാതെ ഇനി 30ാമത് കിടക്കുന്ന പദം ഏതാണ് കണ്ടുപിടിക്കാൻ. അതിന് ഇക്വേഷൻ അപ്പം N30 ആയിരിക്കും. 20th ടേം കാണാൻ പറയുമ്പോൾ N20 ആയിരിക്കും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ, എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്പർ ഓഫ് ടേംസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തരുമ്പോൾ വീഡിയോ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ കാണണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് വീഡിയോ കണ്ടാൽ മനസ്സിലാവത്തില്ല. നമ്മൾ ഫസ്റ്റ് ഞാൻ ക്ലാസ് 1, ക്ലാസ് 2 ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലാസ് 1 കണ്ടതിന് ശേഷം മാത്രം ക്ലാസ് 2 കാണും. അങ്ങനെ കാണാവും. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കാണില്ല. ഇടയ്ക്ക് വെച്ച് കണ്ടാൽ മാത്സ് ഒരു വക മനസ്സിലാകത്തില്ല. അങ്ങനെ സബ്ജക്ട് അങ്ങനെയാണ്. മാത്സ് ഒന്നും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതാണ് എന്ത് ടൈം കാണുന്ന ഇക്വേഷൻ. അപ്പം എന്ത് ടൈം ഓഫ് GP മനസ്സിലാവും. അപ്പൊ അതിനകത്ത് കുറച്ച് പ്രോബ്ലം നമുക്ക് ചെയ്യാം. എന്ത് ടൈമിന്റെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതിയോ. ഫൈൻഡ് ദി 10th ടേം ഓഫ് GP. 10th ടേം ഓഫ് GP 1, 3, 9 എക്സെട്ര. 1, 3, 9 എക്സെട്ര എന്ന് പറയുന്ന ടേമിന്റെ എന്ത് ടേം, ഈ GPയുടെ എന്ത് ടേം കണ്ടുപിടിക്കുക. അപ്പൊ നോക്കാം. ഫസ്റ്റ് ടേം A1 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം R3/1 3 തന്നെയാണ്. അല്ലെങ്കിൽ തേർഡ് ടൈമിനെ സെക്കൻഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9/3 എന്ന് പറഞ്ഞാലും 3 തന്നെയാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട 10th ടേം ആണ്. 10th ടേം എന്ന് പറയുമ്പോൾ N=10. 10th ടേം എന്ന് പറയുമ്പോൾ N=10. നമ്മുടെ ഇക്വേഷൻ എന്താണ്? nth ടേം AR⁻n-1. അപ്പോൾ AN എന്ന് പറയുമ്പോൾ N10 ആണ്. 10th ടേം = A എന്ന് പറഞ്ഞാൽ 1 × R എന്ന് പറഞ്ഞാൽ 3⁻10⁻1 ആണോ. അപ്പോൾ 1 × 3⁻9. അപ്പൊ ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ 3⁻9 എന്ന് എഴുതിയാൽ ഒരുപാട് വലിയ എക്സ്പോണൻഷ്യൽ വരുവാണെങ്കിൽ നമ്മൾ ഈ 3നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ, 3നെ ഒരു 5 പ്രാവശ്യം മൾട്ടിപ്ലൈ എന്നൊക്കെ ചെയ്തിട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക. 10th ടേം ഓഫ് GP is 3�9. അല്ലെ 3നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സമയം പോകും, വേണ്ട. ഒരുപാട് എക്സ്പോണൻഷ്യൽ വലുത് വരിക. അപ്പൊ ഒരു 3�4 വരെ അല്ലെ 5 വരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി. 9 ഒക്കെ വരാണ് ഇങ്ങനെ ഇടുക. 10th ടേം ഓഫ് GP is 3�9. മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി 20th ടേം ഓഫ് ആൻഡ് nth ടേം ഓഫ് GP 5/2, 5/4, 5/8 എക്സെട്ര. നമ്മൾ ഫസ്റ്റ് ടേം A എന്ന് പറഞ്ഞാൽ 5/2. കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്നാണ്. അപ്പം A2 എന്ന് പറഞ്ഞാൽ 5/4 A1 എന്ന് പറഞ്ഞാൽ 5/2. ഓക്കെ. അപ്പോൾ 5/4 ഈ ബൈ എന്നുള്ളത് ഇൻഡു ആവും. 5/2 റെസിപ്രോക്കൽ 2/5. നമ്മള് രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ ഡിനോമിനേറ്ററിന്റെ വ്യൂൽക്രമം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ക്യാൻസൽ ചെയ്തു, താഴോട്ട് ക്യാൻസൽ ചെയ്യാം 2. അപ്പോൾ 1/2 കോമൺ റേഷ്യോ 1/2. 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു. 2 × 2 4 താഴോട്ടാണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ 1/2 എന്ന് വരും. കോമൺ റേഷ്യോ 1/2. അപ്പം ആദ്യം നമ്മൾ എന്ത് ടൈം കാണുന്ന ഇക്വേഷൻ അറിയാം. AN എന്ന് പറഞ്ഞാൽ AR⁻n-1. അപ്പം ഇവിടെ n എത്രയാണ്? 20 ആണ്. 20th ടൈം കാണാൻ പറയുന്നു. അപ്പം A20 = A എന്ന് പറഞ്ഞാൽ 5/2 × R എന്ന് പറഞ്ഞാൽ 1/2 n എന്ന് പറഞ്ഞാൽ 20-1. 20th ടൈം കാണാൻ പറയുന്നത് ആദ്യം. അപ്പം nth ടൈമിന്റെ ഇക്വേഷൻ എഴുതി. ഇതാണ് nth ടൈം. nth ടൈം എന്ന് പറയുമ്പോൾ AN = AR⁻n-1. അപ്പം 20th ടൈം എന്ന് പറയുമ്പോൾ എന്നിനെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? 20. അപ്പം A20 = എയുടെ വാല്യൂ 5/2 × R എത്ര? 1/2 20-1. അപ്പം 5/2 × 1/2 90. 1/2 അപ്പൊ അറിയാമെങ്കിൽ നിങ്ങൾ ഇവിടെ വരെ എഴുതിയാലും മതി. പക്ഷെ ടെസ്റ്റിലെ ആൻസർ അങ്ങനെ ആയിരിക്കത്തില്ല. അവസാനം വരെ സ്റ്റെപ്പ് എഴുതി പഠിക്കണം. മാത്സ് ഒരിക്കലും കാണാൻ പഠിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എളുപ്പ വഴി അങ്ങനെ ഒന്നും ഇങ്ങനെ ഒന്നും പഠിക്കില്ല. അല്ലാതെ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുവാന്നിടം വരെ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ചെയ്യുക. 5/2 × അറിയാമെങ്കിൽ ഇവിടെ വരെ എഴുതുക. ലാസ്റ്റ് വരെ ഏറ്റവും ഫുൾ മാർക്ക് വേണമെന്നുള്ളവർക്ക് വേണ്ട ഈ പറയുന്നത്.
ഇത് കണ്ടോ 1/19 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് ബൈ 2/19. അതായത് നമുക്ക് p/q ദി ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ p/n ബൈ q/n ആണ്. pക്കും റേസ് ടു n കൊടുക്കണം, qനും റേസ് ടു n കൊടുക്കണം. അപ്പൊ ഇവിടെ 1/19 1ന്റെ എന്ത് എക്സ്പോണൻഷ്യൽ വന്നാലും 1 ആണ്. 1/10 1/5 1/p 1/q എല്ലാം 1 തന്നെയാണ്. അപ്പൊ 1/2/19 വേണമെങ്കിൽ ഈ 5 കൊണ്ട് ഇൻഡു വരുമ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്പിൾ 5 into 1 5 by താഴെ 2 into 2/90. കേട്ടോ, ഇൻഡു വന്നാൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം, ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. പക്ഷെ ഇതിനൊക്കെ 2 into 2 4 എന്നൊന്നും എഴുതി വെക്കരുത്. 2 into 2/9 അത് 2നെ നമ്മൾ 2/1 എന്ന് സങ്കല്പിക്കും. അപ്പോൾ 5 by കണ്ടോ a/m into a/n a/m plus n. നമ്മുടെ ഇക്വേഷൻ ഓർക്കുക, a/m into a/n എന്ന് പറഞ്ഞാൽ a/m plus n. അപ്പം a/m into a/m plus n. അപ്പൊ 5/2/20 5/2/20. അപ്പൊ തൽക്കാലം ഇവിടെ വരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ പഠിക്കണം. നിങ്ങൾ ഹയർ സ്റ്റഡീസ് നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ നമ്മൾ 10th ഇങ്ങനെ ഓൺലൈൻ പഠിച്ചു, പ്ലസ് വണ്ണിലെ ഓൺലൈൻ പഠിച്ചിട്ട് പ്ലസ് ടു ഒക്കെ എഴുതാൻ പോകും. പക്ഷേ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എപ്പോഴും ഇതെല്ലാം അറിയാമെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് പോർഷൻസ് ഒന്നും കുറയ്ക്കത്തില്ല. കാരണം നീറ്റും കീമും ഒക്കെ കിടക്കുന്നുണ്ട്, ജെഇ മെയിനും ജെഇ അഡ്വാൻസും ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ മാത്സ് ഒന്നും ഒരിക്കലും കുറയ്ക്കത്തില്ല. അപ്പൊ ഓർത്തോടുക, ഇത് 5/2 into ഇത് 1/19 1 തന്നെ ബൈ 2/19. അപ്പൊ 5 into 1 5 ബൈ 2 into 2/90. 2നെ നമ്മൾ 2/1 എന്ന് സങ്കല്പിച്ചു. അപ്പം a/m into a/m plus n. അപ്പൊ 2/20 എന്ന് വരും. ഇതാണ് എന്ത് ടൈം പറഞ്ഞേക്കുന്നവര് 20th ടൈം. ഇനി ഇതിന്റെ തന്നെ എന്ത് ടൈം കാണാൻ പറയുന്നത്. എന്ത് ടൈം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എന്നിന്റെ സ്ഥാനത്ത് n തന്നെ ഇട്ടേക്കോ. അപ്പൊ നമ്മൾ 20th ടൈം എന്ന് പറയുമ്പോൾ എന്നിന് 20 കൊടുക്കുന്നു. എന്ത് ടൈം എന്ന് പറയുമ്പോൾ എന്നിന് n തന്നെ കൊടുക്കുക, ബാക്കി എയും ആറും കൊടുക്കുക, n തന്നെ ഇടുക. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. എന്ത് ടൈം കാണാൻ പോവാം. ശ്രദ്ധിച്ചോണം, ഇതൊക്കെ എക്സാം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എഴുതി പഠിച്ചോണം. നിങ്ങൾ ഫോക്കസ് ഏരിയ വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് നീക്കിട്ടും. കാരണം നിങ്ങൾ 8 ചാപ്റ്റർ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്, അതിന്റെ നോട്ട്സ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോന്നിനെയും ഫോട്ടോ എടുത്തിടും നോട്ട്സ്, അതുകൂടെ പഠിച്ചോണം. ഒന്നും പേടിക്കണ്ട. നമുക്ക് പ്ലസ് 1 ഏകദേശം എനിക്ക് തോന്നുന്നത് പിന്നെ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യ പരീക്ഷ നടക്കത്തുള്ളൂ. അതിന് മുമ്പ് എല്ലാ വീഡിയോസും നമ്മൾ ഇടും. ശരിക്കും പഠിച്ചോളൂ, അതിന് നോട്ട്സ് ഇടും കേട്ടോ. പ്ലസ് 2 ജസ്റ്റ് അവര് ജൂൺ 15 തുടങ്ങുന്നു പറയാൻ നടക്കത്തില്ല എന്നാ പറയുന്നത്. ചിലപ്പോൾ ജൂൺ അവസാനമൊക്കെ ആയിട്ട് ചിലപ്പോൾ അല്ലെ 20 ഒക്കെ ആയിട്ട് തുടങ്ങത്തുള്ളൂ. പക്ഷെ അത് നമ്മൾ അവർ പറഞ്ഞ കുറച്ച് ഭാഗം എടുത്ത് നിർത്തിയിട്ട് പിന്നെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കാനായിട്ട് പിള്ളേർക്ക് സമയം കൊടുക്കും പ്ലസ് 1-ന്. അപ്പൊ അതുകൊണ്ട് സമയമുണ്ട്. നമ്മുടെ പ്ലസ് 1 ശരിക്കും പഠിക്കാം, പ്ലസ് 2-നൊക്കെ സമയമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പൊ എന്ത് ടൈം എന്ന് പറയുമ്പോൾ n തന്നെ. അപ്പം a എന്ന് പറഞ്ഞാൽ 5/2 into r എന്ന് പറഞ്ഞാൽ 1/2 the whole raised to n minus. കേട്ടോ, n തന്നെ ഇട്ടേക്ക്. അപ്പൊ 5/2 into 1/n minus 1/2/n minus. രണ്ടിനും raised to n minus 1 കൊടുത്തു. p/q the whole raised to n, p/n by q/n. അപ്പൊ 1/2 the whole raised to n എന്ന് പറയുമ്പോൾ 1/n minus 1/1/n minus 1/2/n minus. That is equal to 5/2 into 1ന്റെ എന്ത് എക്സ്പോണൻഷ്യൽ വന്നാലും 1 തന്നെ. 1/0 എന്നോ 1/n എന്നോ 1/p എന്നോ 1/a plus b എന്നൊക്കെ പറഞ്ഞാലും 1 തന്നെയാണ്. ബൈ താഴെ 2/n minus. 2/n minus. അപ്പൊ ന്യൂമറേറ്റർ 5 into 1 5 by 2 into 2/n minus 1. 2 into 2/n minus 1. അപ്പൊ നമുക്ക് 2നെ 2/1 എന്ന് എഴുതി. അപ്പോൾ 5 by a/m into a/n a/m plus n. കണ്ടോ, a/m into a/m plus n. അതായത് that is equal to 5 by plus 1 minus 1 ക്യാൻസൽ ചെയ്തു 2/n. 5/2/n. ഈ GP ഒരു കോൺസ്റ്റാന്റോ കിടക്കും, എന്നും റേസ്റ്റ് ഫ്രാക്ഷൻ ഒക്കെ ഒന്നോ കിടക്കും. അവിടെ ഓരോ ചെയ്യും. ഇവിടെ വരെ എഴുതിയാലും മാർക്ക് തരണമെന്ന്, പക്ഷെ അങ്ങനെ മാർക്ക് കുറയ്ക്കും. അതുകൊണ്ടാണ് ഇത്രയും വരെ നമ്മൾ ചെയ്തത്. ഒന്നുമില്ല, 1/n minus 1 by 2/n minus 1. 1ന്റെ എന്ത് എക്സ്പോണൻഷ്യൽ വന്നാലും 1 തന്നെ ബൈ 2/n minus 1. 5 into 1 5 by 2 into 2/n. അതായത് 2 into 2 4/n minus 1 എഴുതി വെക്കല്ലേ. ഒരിക്കലും ഈ എക്സ്പോണൻഷ്യൽ ഇപ്പൊ നമുക്ക് p/n into q/n ഉണ്ടെങ്കിൽ pq the whole raised to n എഴുതാം. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരെണ്ണത്തിന് മാത്രം raised to n ഉണ്ടെങ്കിൽ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് pq raised to n എഴുതി വെക്കരുത്, തെറ്റാണ് കേട്ടോ. രണ്ടിനും raised to n വേണം. അപ്പൊ ഇവിടെ 2നെ 2/1
അപ്പൊ എ റൈസ് ടു എം ഇൻറ്റു ഇതാണ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ, പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തു 5/2 റൈസ് ടു എൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി 12th ടേം ഓഫ് GP whose 8th ടേം ഈസ് 192 ആൻഡ് കോമൺ റേഷ്യോ ഈസ് 2. ഇത് ടെസ്റ്റിനകത്ത് പേജ് 192 എന്ന് പറയുന്ന പേജിലെ ടെസ്റ്റിനകത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ 12th ടേം ഓഫ് GP. ഒരു GPയുടെ 12ാമത്തെ പദം കണ്ടുപിടിക്കാം. whose 8th ടേം ഈസ് 192. കണ്ടോ, 8th ടേം 192 തന്നിട്ടുണ്ട്. 8ാമത്തെ പദം 192 ആൻഡ് കോമൺ റേഷ്യോ 2 ആണ്. കോമൺ റേഷ്യോ നമ്മൾ R=2 തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് 8th ടേം ആണ് തന്നിരിക്കുന്നത്. 8th ടേം എന്ന് പറഞ്ഞാൽ 192. അപ്പൊ നമ്മൾ നോക്കാം, nth ടേം കാണുന്ന ഇക്വേഷൻ എന്തുവാ? AN=AR⁻n-1 അല്ലെങ്കിൽ XN=AR⁻n. n വരെ XN എന്ന് എഴുതാം കേട്ടോ. ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളോട് പറയാം, ഇപ്പൊ നമ്മള് 5th ടേം കാണാൻ പറയുവാണെങ്കിൽ n-ന് നമ്മൾ 5 കൊടുക്കും. അപ്പം AR⁵5-1 എന്ന് പറയുമ്പോൾ AR⁴ എന്നാവും. ഇതാണ് nth ടേമിന്റെ ഇക്വേഷൻ. അപ്പൊ 5th ടേം കാണാൻ പറയുമ്പോൾ n-ന് 5 കൊടുക്കുമ്പോൾ AR⁵5-1 AR⁴ എന്ന് പറയും. ഇനി 7th ടേം കാണാൻ പറയുകയാണെങ്കിൽ n-ന് 7 കൊടുക്കുന്നു. അപ്പം AR⁻7-1 എന്ന് പറയുമ്പോൾ AR⁻6 എന്ന് വരുന്നു. അപ്പൊ ഷോർട്ട് ഫോം നോക്കി, 5th ടേം എന്ന് പറയുമ്പോൾ AR⁴ എന്ന് എഴുതിയാൽ മതി. ഒരെണ്ണം കുറച്ച് കണ്ടോ, 5 എന്നുള്ളത് ഇവിടെ 4 ആവും. 7th ടേം എന്ന് പറയുമ്പോൾ കണ്ടോ AR⁻6. അപ്പൊ 9th ടേം എന്ന് പറയുമ്പോൾ AR⁸8. 12th ടേം എന്ന് പറയുമ്പോൾ AR⁸11. 20th ടേം എന്ന് പറയുമ്പോൾ AR⁻19. ഒന്ന് കുറച്ച്. അപ്പൊ അതുപോലെ ഇവിടെ 8th ടേം എന്ന് പറയുന്ന ഷോർട്ട് ഫോം AR⁻7 = 192. കണ്ടോ, 8th ടേമിന്റെ ഷോർട്ട് ഫോം 192. AR⁻7 192. ആറിന്റെ വാല്യൂ കൊടുക്കുക A*2⁻7 = 192. ആറിന്റെ സ്ഥാനത്ത് കോമൺ റേഷ്യോ 2 തന്നിട്ടുണ്ട്, ആ വാല്യൂ കൊടുത്തു. അപ്പോൾ A*2⁻7 രണ്ടിനെ 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64, 64 × 2 128 = 192. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടി A=192/128. ശരിക്കും ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ഇത്രയും ശരിക്കും പഠിച്ചോണം. പിന്നെ എന്റെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് നമ്മൾ അതോടെ ഫോട്ടോ എടുത്ത് വിടും. അത് ബുക്കിനകത്ത് എഴുതി വെക്കുക. നിങ്ങൾക്ക് A+ ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇതിനെ സിംപ്ലസ്റ്റ് ആക്കാം, ചെറുതാക്കി മാറ്റാം. 2 കൊണ്ടാണെങ്കിൽ 96 ഇത് 2 കൊണ്ടാണെങ്കിൽ 64. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ 2 കൊണ്ട് വീണ്ടും 2 കൊണ്ട് 48 32. 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു, പകുതി വീണ്ടും 2 കൊണ്ട് 24/60. ഇനി വേണം നേരിട്ട് 4 കൊണ്ട് പറ്റും അല്ലെ, അല്ലെങ്കിൽ 8 കൊണ്ട് പറ്റും. 8 × 3 24, 8 × 2 16. കണ്ടോ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 3/2. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3/2. അല്ലെങ്കിൽ 2 കൊണ്ട് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12/8 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് 6/4 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് 3/2. ഞാൻ അതിന് പകരം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരേ നമ്പർ 8 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെ 8 കൊണ്ട് ഡിവൈഡ്. A=3/2. ഫസ്റ്റ് ടേം 3/2. കോമൺ റേഷ്യോ 2. രണ്ടും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ 12th ടേം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 12th ടേം കണ്ടുപിടിക്കാൻ പറയും. 12th ടേം പറയുമ്പോൾ നമുക്ക് nth ടേം കാണുന്ന ഇക്വേഷൻ എന്താ? nth ടേം എന്ന് പറഞ്ഞാൽ AN=AR⁻n-1 ആണ്. അപ്പൊ 12th ടേം എന്ന് പറയുമ്പോൾ n-ന് 12 കൊടുക്കുക. A നമുക്ക് കിട്ടി 3/2 × R എന്ന് പറയുമ്പോൾ 2 n എന്ന് പറയുമ്പോൾ 12-1. 12th ടേം കാണാൻ പറയുമ്പോൾ n-ന് A എന്ന് പറഞ്ഞാൽ 3/2 നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. R2 തന്നിട്ടുണ്ട് 2⁻12-1. അപ്പൊ 3/2 × 2⁻11. ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ 3/2 × 2-നെ 11 പ്രാവശ്യം 2⁻10 ഓർത്തോണം. 2⁻10 എന്ന് പറഞ്ഞാൽ 1024. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം. 2⁻10 1000. 2-നെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 1024. അപ്പൊ അതിനോട് ഒരു × 2 കൂടെ വരുമ്പോഴാണ് 2⁻2. അപ്പൊ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2048. ഇനി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരെ എഴുതിയിടുക.
അങ്ങനെ എഴുതിയിട്ടാലും മതി. 3/2 into 2 കേട്ടോ, ക്യാൻസൽ ചെയ്തു. 1024. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3072. ഇതാണ് 12th term of G. അടുത്ത ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 192, തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ 5th, 8th and 11th term of GP are P, Q and S respectively. 5th term P ആണ്, 8th term Q ആണ്, 11th term S ആണ്. Show that Q square is equal to PS എന്നാണെങ്കിൽ തെളിയിക്കണം Q square is equal to PS എന്ന് തെളിയിക്കണം. അപ്പൊ നോക്കാം, നമുക്ക് 5th term എന്ന് പറഞ്ഞാൽ P, 8th term എന്ന് പറഞ്ഞാൽ Q and 11th term എന്ന് പറഞ്ഞാൽ S. ഈ 3 കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു 5th term എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം എന്തുവാ? AR4 is equal to P. ഇക്വേഷൻ 1 ഞാനത് മുമ്പേ പറഞ്ഞു. nth term കാണുന്ന ഇക്വേഷൻ AR(n-1) ആണ്. അപ്പൊ നമ്മൾ 5th term എന്ന് പറയുമ്പോൾ n ന് 5 കൊടുക്കുമ്പോൾ 5 - 1 4 എന്നാവും. AR4 is equal to P. 8th term എന്ന് പറയുമ്പോൾ AR7 is equal to Q. അത് ഇക്വേഷൻ 2. 11th term എന്ന് പറയുമ്പോൾ AR10 that is equal to S, ഇക്വേഷൻ 3. ഈ 3 കണ്ടീഷനാണ് 5th termന്റെ ഷോർട്ട് ഫോം. AR4 അതിന്റെ ആൻസർ തന്നു P. ഞാൻ തൊട്ട് മുമ്പ് പ്രോബ്ലം പറഞ്ഞതാണ്. 8th term എന്ന് പറയുമ്പോൾ AR7 അത് Q ആണ്. 11th termന് AR, കാരണം എന്താണ്, ഇതാണ് nth termന്റെ ഇക്വേഷൻ. ഇവിടെ 5th term എന്ന് പറയുമ്പോൾ n ന് 5 കൊടുക്കുമ്പോൾ AR5 - 1 എന്ന് പറയുമ്പോൾ AR4 ആണ്. 8th term എന്ന് പറയുമ്പോൾ AR8 - 1 AR7 ആണ്. 11th term എന്ന് പറഞ്ഞാൽ ഇത് വരും. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കി, ലെഫ്റ്റ് സൈഡ് AR7 by AR4 is equal to Q by P. AR7 by AR4 is equal to Q by P. A cancel ചെയ്തു. ഇത് കണ്ടോ, ARM by ARN, ARM-n is equal to Q by P. അപ്പം അത് R3 is equal to Q by P, ഇക്വേഷൻ 4. കേട്ടോ, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്തു, വാല്യൂം ചേഞ്ച് വരാതിരിക്കാൻ റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്തു. അപ്പം AR7 by AR4 is equal to Q by P. A ക്യാൻസൽ ചെയ്തു. ARM by ARN, ARM-n. ഇക്വേഷൻ ഓർത്തോണം, ARM by ARN എന്ന് പറഞ്ഞാൽ ARM-, ബേസ് എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ R3 is equal to Q by P, ഇക്വേഷൻ 4. ഇനി വീണ്ടും ഇക്വേഷൻ 3യെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം AR10 by AR7 is equal to S by Q. AR10 by AR7 is equal to S by Q. A cancel ചെയ്തു. ഇത് ARM by ARN, ARM-n is equal to S by Q. R3 is equal to S by Q, ഇക്വേഷൻ 5. R3 കണ്ടോ. അപ്പൊ ഇതും ഇക്വേഷൻ 4ഉം R3 ആണ്, ഇക്വേഷൻ 5ഉം R3 ആണ്. ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണ്. ഇതും R3, അതും R3. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എഴുതാം, ഇക്വേഷൻ 4 and 5 are equal. ഇക്വേഷൻ 4 and 5 are equal. ഇക്വേഷൻ 4 and 5 are equal. കാരണം ഇക്വേഷൻ 4ഉം R3, ഇക്വേഷൻ 5ഉം R3. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഈക്വൽ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും Q by P is equal to S by Q. കാരണം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് R3, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് R3. അപ്പൊ റൈറ്റ് സൈഡ് Q by P is equal to S by Q. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ Q square is equal to PS. Q square is equal to PS. ഓക്കെ, ഒരുപാട് വർഷം ആനുവൽ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇൻ എ GP the third term is 24. ഒരു GPയുടെ മൂന്നാമത്തെ പദം 24 and sixth term is 192. ആറാം പദം 192. ഫൈൻഡ് ദ 10th term. എന്നാൽ 10ാം പദം കാണും. പേജ് 188 എക്സാമ്പിൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
ബുക്ക് തുറന്ന് പുസ്തകം തുറന്ന് നോക്കുക, അതിനകത്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇടുമ്പോൾ ആ ഫോട്ടോ കോപ്പി ഇടുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇൻ എ GP the third term is 24 and sixth term is 192. Find the 10th term. അപ്പൊ നമുക്ക് നോക്കി, തേർഡ് ടേം 24. ഞാൻ പറഞ്ഞു തേർഡ് ടേമിന്റെ ഷോർട്ട് ഫോം എന്തോ AR square is equal to 24. ഇക്വേഷൻ 1. എന്താ കാര്യം? nth ടേം കാണുന്ന ഇക്വേഷൻ AR raised to n minus 1. അപ്പൊ തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഇതിന് 3 കൊടുക്കുമ്പോൾ AR raised to 3 minus 1 that is equal to AR square. അപ്പൊ തേർഡ് ടേമിന്റെ ഷോർട്ട് ഫോം AR square. ഫോർത്ത് ടേം പറയുമ്പോൾ AR raised to 3. 12th ടേം പറയുമ്പോൾ AR raised to 11. 9th ടേം പറയുമ്പോൾ AR raised to 8. അങ്ങനെ ഒന്ന് കുറച്ച് എഴുതിയാൽ മതി. ഇനി 6th ടേം അവര് തന്നിട്ടുണ്ട് 192. 6th ടേമിന്റെ ഷോർട്ട് ഫോം AR raised to 5 is equal to 192. ഇക്വേഷൻ 2. ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം AR raised to 5 by AR square is equal to 192 by 24. ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ 2വിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്തു. എയും ക്യാൻസൽ ചെയ്തു. അപ്പം A raised to m by A raised to n. A raised to m minus n. കണ്ടോ? A raised to m by A raised to n. A raised to m minus n. 24 into 8 ആണ്. അപ്പം R cube is equal to 8. ഇപ്പൊ ഏതോ ഒരു സംഖ്യയെ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. അപ്പൊ R എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ R എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് എഴുതുന്നത്. നമ്മൾ വെറും ഇപ്പൊ R സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ആണ് R റൂട്ട് 8 എന്ന് എഴുതത്തുള്ളൂ. കാരണം ആ സ്ക്വയർ റൂട്ട് എന്നാണ് അതിനർത്ഥം. നമ്മുടെ പേര് തന്നെ സ്ക്വയർ റൂട്ടാണ്. നമ്മളിവിടെ 2 എഴുതാറില്ല സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട്. പക്ഷെ ക്യൂബ് ഒക്കെയാണ്. R ക്യൂബ് 8 എന്ന് പറയുമ്പോൾ ഈ ആറിന്റെ സ്ഥാനത്ത് ഏതോ ഒരു സംഖ്യ കൊടുക്കുമ്പോഴാണ് 8 എന്ന് കിട്ടുന്നത്. അപ്പൊ 2 ആയിരിക്കും. 2 ക്യൂബ് 2 into 2 into 2 8. അത് R is equal to ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന്. അപ്പൊ അത് 2 ആയിരിക്കും. കാരണം ഏതോ ഒരു സംഖ്യയെ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. 2 ആണ്. R is equal to 2. നമുക്ക് കിട്ടി R2 കിട്ടി. R is equal to 2 ആണല്ലോ. സെക്കൻഡ് ടൈമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം എയും ക്യാൻസൽ ചെയ്തു. A raised to m by A raised to n A raised to m minus n. R cube 8. അപ്പൊ R എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്നതാണ്. ഈ ചുരുപ്പിനകത്ത് എഴുതണം 3. അതാ ക്യൂബ് റൂട്ട് ഓഫ് 8. എന്നാൽ ഏതോ ഒരു സംഖ്യ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. 2 ആണ്. 2 ഗുണം 2 ഗുണം 2. ഇനി ആറിന്റെ വാല്യൂ ഇക്വേഷൻ 1ൽ കൊടുക്കുക. പുട്ട് R in equation 1 or 2. Put R in equation 1 or 2. 1ലോ 2ലോ കൊടുക്കുക. Put R in equation 1. ഇക്വേഷൻ 1ൽ കൊടുക്കുകയാണെങ്കിൽ A into R എന്ന് പറയുമ്പോൾ 2. 2 square is equal to 24. അപ്പം A into 4 is equal to 24. അപ്പം A is equal to 24 by 4. A is equal to 6. 24 by 4 എന്ന് പറയുമ്പോൾ 6 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 6. A is equal to 6. അപ്പൊ എയും കിട്ടി ആറും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട 10th ടേം ആണ്. 10th ടേമിന്റെ ഷോർട്ട് ഫോം എന്താ? പെട്ടെന്ന് എഴുതാമല്ലോ. 10th ടേം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എഴുതാം. 10th ടേം കമ്മ്യൂണിക്കേഷൻ AR raised to 9. അല്ലെങ്കിൽ AN is equal to AR raised to n minus 1. എന്നിനെ 10 എന്ന് കൊടുക്കുമ്പോൾ AR raised to 10 minus 1 AR raised to 9 എന്ന് വരും. അപ്പം A എന്ന് പറയുമ്പോൾ 6 into R 2 raised to 9. ഇത് രണ്ടോടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കല്ലേ. 2നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ ഒന്നുകിൽ ഇവിടെ വരെ എഴുതി ഇടാം, അല്ലെങ്കിൽ 6 into 2നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 10 1024. 2 9 എന്ന് പറയുമ്പോൾ 512 ചെയ്യാമെങ്കിൽ ചെയ്യാം. 2നെ 9 പ്രാവശ്യം 2ഒക്കെ എളുപ്പം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ വരെയെങ്കിലും എഴുതി ഇടണം. മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 6 12 7 3072 3072. 10th ടൈം പറയുമ്പോൾ 3072 ആയിരിക്കും. ഇതെല്ലാം ഈ പഠിപ്പിച്ച എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഉറപ്പായിട്ട് ഇത് പഠിച്ചോളുക. ഇത് ഫോക്കസ് ഏരിയ ആണ്. നമ്മൾ മസ്റ്റേഡ് മാർക്ക് കിട്ടും. ചെയ്ത് പഠിക്കുക ബുക്കിനകത്ത് കേട്ടോ, ഉറപ്പായിട്ടും. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ കോപ്പി ഞാൻ അയച്ചു തരാം.